രേഷ്മ തങ്കച്ചൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും കാണണം. പുതിയ ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. ഇൻ്റർവ്യൂ കൊടുക്കാൻ കാരണം വീടിനെ കുറിച്ചുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടായല്ലോ. കിച്ചു വന്ന് വ്ളോഗ് എടുക്കുന്നുണ്ട്. ഋതപ്പം കൊണ്ട് കിടന്ന് ഓരോന്നും കാണിച്ച് പിന്നെ അച്ഛൻ്റെ ട്രോഫി കട്ടിലിൻ്റെ അടിയിൽ ചിരട്ടി കൂട്ടി ചാക്കിൽ കെട്ടി ഒടിച്ചു മടക്കി എടുത്ത് എറിഞ്ഞിരിക്കുന്നു, അത് കാണിക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ ട്രോഫി ടേബിളിൻ്റെ പുറത്ത് സൂക്ഷിച്ച് തുടച്ച് വെച്ചേക്കുന്ന കാണിക്കുന്നുണ്ട്. രേഷ്മ തങ്കച്ചൻ അതിനുശേഷം കുറച്ചൊക്കെ ഒന്ന് ഇതൊക്കെ അറിഞ്ഞും കൊണ്ട് ആ സംഭവം കിച്ചു വീട്ടിൽ വരുന്ന സമയത്ത് രേഷ്മ തങ്കച്ചൻ അവിടെ ഇല്ലായിരുന്നു. രേഷ്മ തങ്കച്ചൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉള്ളായിരുന്നു, ചേട്ടത്തിയ മക്കളാ ആരൊക്കെ ഉണ്ടായിരുന്നു. വീട് വികൃതകോലമായിട്ട് കിടക്കുന്ന രംഗങ്ങളെല്ലാം കിച്ചു വീഡിയോയിൽ പകർത്തിയായിരുന്നു. എന്നിട്ട് കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇട്ടായിരുന്നു. അത് 1 മില്യനൊക്കെ കഴിഞ്ഞു പോയി. വീടില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നവർക്ക് ഫിറോസ് വീട് വെച്ച് കൊടുത്തായിരുന്നു. അവരെ കൂട്ടായ്മ ചേർന്ന് വീട് വെച്ച് കൊടുത്തു. അതിൻ്റെ അഹങ്കാരം, ഇത്രയും വലിയൊരു വീടൊക്കെ കിട്ടണമെങ്കിൽ ആ വീടൊക്കെ സ്വർഗം പോലെ സൂക്ഷിക്കാനുള്ളതാണ്. രേഷ്മ തങ്കച്ചന് അന്ന് കിട്ടിയ സമയത്ത് പിന്നെ ഭയങ്കര ഇതിൽ കൊണ്ടുകിടന്ന് കാണിക്കുന്നുണ്ട്. വീടിൻ്റെ ഹോം ടൂറൊക്കെ കാണിക്കുന്നുണ്ട്. കിച്ചു വന്ന് വീഡിയോ എടുത്ത് പബ്ലിക്കാക്കിയ കാര്യമൊക്കെ കൂട്ടുകാരി മുഖാന്തരമാണ് അറിഞ്ഞതെന്നും ഒക്കെ ഇന്നും കൊണ്ട് ഏതോ ഒരു യൂട്യൂബറോ എങ്ങനെയെങ്ങാണ്ടാണ് അവരെ വിളിച്ചു വരുത്തി ആ പയ്യൻ്റെ അടുത്ത് ഇന്നത് ചോദിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ പയ്യൻ ചോദിക്കുന്നുണ്ട്. ചോദിച്ചതിന് ശേഷം ഇപ്പോൾ വന്നിരുന്ന് ഇൻ്റർവ്യൂവിൽ ഇരുന്ന് അള്ളണ കാര്യം എന്തോന്നാണ്, ആ പയ്യനാണ് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത് വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചെന്ന്. രേഷ്മ തങ്കച്ചൻ പറഞ്ഞത് എങ്ങനെയാണ്, വീടിന് ചോർച്ചയുണ്ട്, ഋതപ്പം കിടക്കണ റൂം ചോരുന്നു, നല്ല ചോർച്ചയുണ്ട്, ഇതൊക്കെയോ കുറെ അങ്ങ് തള്ളിവിട്ട് അതൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. എന്നിട്ട് ഇപ്പൊ ഇന്റർവ്യൂവിൽ പറയണ അങ്ങനെ അല്ല പറഞ്ഞത്. പയ്യൻ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് എന്തോന്ന് വെള്ളം ഇങ്ങനെ അടിച്ച് നമ്മളിങ്ങോട്ടൊക്കെ തൂളി അടിച്ചെന്നാണ് പറയണത്. അങ്ങനെ വെള്ളം ഇങ്ങനെ വരണ് എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ പറഞ്ഞത് ഋതപ്പൻ്റെ റൂമിൽ നല്ലതുപോലെ ചോർച്ചയുണ്ടെന്ന്, വീട്ടിന് ചോർച്ചയുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇത്രയും ജനങ്ങളെന്തോന്ന് മണ്ടന്മാരായി ഈ കേട്ടോണ്ടിരിക്കുന്ന ജനങ്ങൾ. ഈ ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ തള്ളി വിടുന്നുണ്ട്. ആ ഇൻ്റർവ്യൂ നടത്തുന്ന ആളുണ്ടല്ലോ, സൂപ്പറാണ്. അതിനൊക്കെ ബുദ്ധിമുട്ട് മറുപടി പറയാനുള്ള ബുദ്ധിമുട്ടാണ്. അങ്ങ് എന്തൊക്കെയാണ് മെഴുകണേന്ന് ചോദിച്ചാൽ രേഷ്മ തങ്കച്ചൻ എന്തൊക്കെയോ അങ്ങ് മെഴുകയാണ്. മക്കളെയും ഓർത്ത് ഒരുപക്ഷെ ആ സാഹചര്യത്തെയും അവസ്ഥയും കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കാം KHDC എന്നൊരു കൂട്ടായ്മ ശരിക്കും ഒരു വീട് വെച്ചിട്ടുണ്ടായിരിക്കും. അതെ. സോ അങ്ങനെ തന്നൊരു ഓഫറിനെ, അങ്ങനെ തന്നു കിട്ടിയ ഓഫറിനെ ഡിമാൻഡ് കാണിക്കാത്ത രേണുസുതി എന്തുകൊണ്ടാണ് ഒരു വീടിന് ഇത്രയധികം പരാതികളായിട്ട് വരാൻ? ഞാൻ ഡിമാൻഡ് കാണിച്ചില്ല, പരാതി പറഞ്ഞു. എനിക്കല്ലല്ലോ വീട് തന്നത്, എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത വീടാണ്. നമ്മൾ അവിടെ താമസിക്കുന്നത് തന്നെ മൂത്ത മോൻ അവിടെ നിൽക്കുന്നില്ല, അവൻ പഠിക്കാൻ പോയേക്കുവാണ്. അപ്പം ഞാൻ അവിടെ നിൽക്കുന്നതന്നെ ആ 5 വയസ്സുള്ള കുഞ്ഞിനെ നോക്കണം. അതിനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല. ആ മൂത്ത മോൻ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പഠിക്കുന്നത്? ആ മൂത്ത മോനെ കൊണ്ടുവന്ന് നല്ലതുപോലെ നിർത്തി അതിനൊരു സ്നേഹമുണ്ട്. അതിന് അമ്മയില്ല, അച്ഛനില്ല, അച്ഛൻ മരിച്ചുപോയി. രേഷ്മ തങ്കച്ചനല്ലേ അതിൻ്റെതായ രീതിക്ക് നോക്കാനുള്ളതായിരുന്നു, അതിനുള്ള സ്നേഹം കൊടുക്കണ്ടേ? അവ നോക്കുമ്പോൾ അച്ഛൻ്റെ ആൾക്കാരും അങ്ങ് കിടക്കണ കൊല്ലത്ത്, ഇതിനൊരു സ്നേഹവും കിട്ടുന്നില്ല. എല്ലാവർക്കും മനസ്സിലായി എന്ത് സ്നേഹമാണ് ആ കുട്ടിക്ക് കൊടുത്തതെന്നും ആ കുട്ടി എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പോയതെന്നും എല്ലാം അറിയാം. അതിൻ്റെ മനസ്സിൽ വിഷമമുണ്ട്. അല്ല നല്ലതുപോലെയാണെങ്കിൽ ഇവിടെ അല്ലേ നിൽക്കുള്ളായിരുന്നു. ബാക്കി പറയാം. നിർത്താൻ പറ്റൂല. സോ നമ്മൾ എന്ത് ഡിമാൻഡ് കാണിച്ചതാ പറഞ്ഞാൽ മനസ്സിലായില്ല. എന്താണെന്ന് പറഞ്ഞോളൂ. വീടിന്റെ കാര്യത്തിൽ അത് റോഹാൻ ഒരു ദിവസം വന്ന് നോക്കൂ. ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. നമ്മള് ഇപ്പം വന്നു കഴിഞ്ഞാൽ അത് എന്നോട് ആരാണെന്നറിയാം, മീഡിയ എന്നാണ് ചോരുന്നുണ്ടെന്ന് വെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കള്ളത്തരമൊന്നുമില്ല. കാരണം എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ആദ്യം കാണുന്നവർക്ക് ഇവർക്ക് ഭയങ്കര ജാടി, പക്ഷെ എന്നോട് ഒറ്റ തവണ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അറിയും. കാരണം മനസ്സിലൊന്നും നിൽക്കൂല. ഞാൻ മനസ്സിൽ കള്ളത്തരം വെച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ എൻ്റെ മനസ്സിലൊന്നും നിൽക്കൂല. ഏതോ മീഡിയെന്ന് വന്ന് ഇങ്ങനെ ചുമ്മാ വെറുതെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വീടിന് ചോർച്ചയുണ്ടോ എന്തോന്ന് ആ ചോദിച്ച ആള് സ്വപ്നം കണ്ട വീടിന് ചോർച്ചയുണ്ടോ എന്ന് ചോദിക്കാൻ? സ്വപ്നം കണ്ടല്ലല്ലേ ചോദിച്ചത്, നീയാണ് നിന്ന് തള്ളിയത്. രേഷ്മ തങ്കച്ചനാണ് പറഞ്ഞത് വീടിന് ചോർച്ചയുണ്ട് എന്നുള്ളത്. രേഷ്മ തങ്കച്ചനാണ് പറഞ്ഞത്. ഒന്ന് വെച്ചിട്ട് പുറത്ത് പറയുന്ന ഒരാള് ഞാൻ മനസ്സിലൊന്നും തോന്നുന്നു വിട്ടു പറഞ്ഞു. എന്തും ആകട്ടെ, എനിക്ക് ദോഷമാണോ അല്ലെ എനിക്ക് ഗുണമാണോ നോക്കാതെ പറയുന്നൊരു സാധനമാണ് ഞാൻ.
വീട് ചോരുന്നുണ്ട് രേണുസുതി. അപ്പൊ ഞാൻ അവിടെ നിന്ന് വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്. വീട് ചോരുന്നുണ്ട് രേണുസുതി എന്ന് ചോദിച്ചപ്പോ ഞാൻ വീട് ചോരുന്നുണ്ട് വീട് ചോരുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞെന്ന്. അയ്യേ മഴ ഇതാണ് പറഞ്ഞത്. അല്ല ശരിക്കും ശരിക്കും അത് റിവീൽ ചെയ്തിട്ടുള്ള വീഡിയോ വീടിന്റെ അവിടെ വെച്ചിട്ട് പറഞ്ഞതാണോ? അല്ല, പുറത്തല്ലേ? പുറത്താണ്. ശരിക്കും ആ ചാനലുകാരൻ അപ്പൊ എങ്ങനെ ചോദിക്കാൻ? ഏത് ചാനലാന്ന് എനിക്ക് അറിയില്ല. കൊറേ ചാനലുകാർ നിക്കുവല്ലേ. ശരിക്കും ആ ചാനലുകാരൻ എങ്ങനെ മനസ്സിലായി ഈ വീട് ചോരുന്നുണ്ട്? അപ്പോഴ് ഈ ഇന്റർവ്യൂ എടുക്കുന്ന ആള് ചോദിച്ചിട്ട് അത് ചോദിക്കാൻ വീടിന്റെ അടുത്ത് നിന്നാണോ ചോദിക്കണേന്ന്. അപ്പൊ പറഞ്ഞു അല്ല, പിന്നെ എങ്ങനെ ആളറിഞ്ഞ്? അപ്പോഴെങ്ങില്ല, ഉരുണ്ട് കളിക്കുകയാണ് കിടന്നു. ഞാൻ അന്നേരം അതൊന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കൂ. അപ്പൊ ഞാൻ വെള്ളം വീഴാറുണ്ട്, പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ വെള്ളം വീഴും. സത്യമാണ്, എല്ലാരും വിശ്വസിച്ച്. അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചോരുന്നുണ്ട്. ഇതാണ് പറയണത്, കള്ളത്തരം. ഇത് അതിന്റെ കുറെ പ്രോബ്ലം ഒക്കെ പിന്നീട് നമ്മൾ എന്നെക്കാളും കൂടുതൽ എന്റെ വീട്ടിൽ പപ്പാക്കൊക്കെ അറിയാം. ഞാൻ അവിടെ അധികം നിക്കത്തില്ല. ഈ ചില്ലിട്ട് കൊടുത്തേ ഫുള്ള് നമ്മൾ അകത്തേക്ക് ഇങ്ങോട്ട് വെള്ളം വീഴുക. എറിച്ചിൽ എന്ന് പറയുന്നില്ലേ, എറിച്ചിലാണ് ഞാൻ ഉദ്ദേശിച്ച ചോർച്ച. ആ സാധനമാണ് ഇപ്പൊ പറയണേ എറിച്ചിലാണെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മളെവിടെയൊക്കെ തൂളി അടിച്ച് കയറണം, എറിച്ചിലാണെന്നാണ് പറഞ്ഞത്. കള്ളത്തരമാണ് പറയണേ. ഈ രേഷ്മ തങ്കച്ചൻ പറഞ്ഞു എന്തിനാണ്, നല്ലതുപോലെ ചോർച്ചയുണ്ട്, നല്ലതുപോലെ ചോർച്ചയുണ്ട്, വെള്ളം ഇർത്തപ്പം കിടക്കണ റൂമിൽ നല്ലതുപോലെ ചോന്നൊലിക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ പറയണണ്ടാ പറഞ്ഞത് ഞാൻ. പക്ഷെ ആ ചോർച്ച എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് അത്രത്തോളം ബീമിന്റെ ഫ്രണ്ടില് ചോറിനൊക്കെ നമുക്കത് പിന്നീട് നമുക്ക് അറിയാൻ പറ്റും. കാരണം വന്നാൽ അറിയാൻ പറ്റും. ബീമില്ലേ ഫ്രണ്ടിൽ, അത് പപ്പയൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബീമിന്നൊക്കെ ചോരുന്നുണ്ട്. അല്ലാതെ വേറെ വാർക്കയിലൊന്നും ഒരു ചോർച്ചയില്ല. വേറെ വാർക്കയിലൊന്നും ഒരു ചോർച്ചയില്ല. അങ്ങനെ അല്ലല്ല പറഞ്ഞത്. വീട് വെച്ച തന്ന ആളിന് ഭയങ്കര ഒരു നാണക്കേടായ രീതിക്കാണ് ഈ രേഷ്മ തങ്കച്ചൻ പറഞ്ഞത്. തന്നെ മുമ്പ് പറഞ്ഞിട്ടൊരു വാക്ക് ഭയങ്കര കേട്ടത്, എനിക്കൊരു മിഠായി കിട്ടിയാൽ വരെ ഞാൻ അതിനോട് ഭയങ്കരമായിട്ട് ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മരണം വരെ കടപ്പെട്ടിരിക്കും. ശരിക്കും ഒരു മിഠായിയുടെ കാര്യത്തിൽ വരെ ഇത്രത്തോളം നിന്നുള്ള രീതിയിലേക്ക് കടപ്പാട് കാണിക്കുന്ന ഒരാൾ. സോ ആയിട്ട് ഒരാളുടെ ലൈഫിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും ഒരു സ്വപ്നത്തെ ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു വീട് കിട്ടിയിട്ടും ആ ചെയ്ത് തന്നൊരാളെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആൾ വിളിച്ച് പരാതി പറയുമ്പോഴും ഇങ്ങനെ ചോരുണ്ടെന്ന് പറയുമ്പോഴും ചെയ്യുന്ന എന്താണോ നന്മ കിട്ടിയതിനെ അപ്പുറത്തേക്ക് ഒരു പരാതി പറച്ചിൽ തന്നെയാണ് അല്ലേ? അത് എന്ത് തന്നെയാലും അങ്ങനെ തന്നെയാണ്. ആളെ വിളിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം അങ്ങനെ വിളിച്ച് സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല, എൻ്റെ പപ്പ വിളിച്ചിട്ടുണ്ട് ഒരുപാട്. അത് പിന്നീട് പപ്പ തന്നെ മുന്നോട്ട് പറയും. കാരണം വിളിച്ചിട്ടുണ്ട്, അന്നേരം എല്ലാം കിട്ടിയ മറുപടി വേറെയാണ്. അത് പപ്പ തന്നെ പറയും. പപ്പായാണ് ഇതിന്റെ മുന്നിൽ നിക്കണ കേട്ടാ, മോളല്ല നിക്കണത്. പപ്പ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും പപ്പായാണ് നിക്കണത്. പപ്പ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയണത്. പപ്പ വിളിച്ച് പറഞ്ഞ കാര്യം ഫിറോസ് അതിൽ വന്നിരുന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയോ അവിടെ കംപ്ലൈന്റ് വന്നപ്പോഴത്തേക്ക് വിളിച്ചിങ്ങനെ പറഞ്ഞിട്ട് ഒരു ഭീഷണി സ്വരത്തിലൊക്കെയാണ് അവർ സംസാരിച്ചിട്ടുള്ള. ഇത് ശരിയാക്കി തന്നില്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെ പബ്ലിക്കാക്കുമെന്നും ഇവരെ നാണം കെടുത്തുമെന്നും അങ്ങനെയൊക്കെയുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ മാന്യമായ രീതിക്ക് സംസാരിക്കണം എന്നുണ്ട്. പപ്പയുടെ ഫോണിലുണ്ടല്ലോ എല്ലാം. നമുക്കത് ഞാൻ നേരിട്ട് കോണ്ടാക്ട് ഇല്ല. ആ ആളുമായിട്ട് ഞാൻ നേരിട്ട് കോണ്ടാക്ട് ഇല്ല. ഉണ്ടായിരുന്നു നേരത്തെ വീട് വെക്കുന്നതിനൊക്കെ മുന്നേ കോണ്ടാക്ട് ഉണ്ട്. അത് നല്ല കാര്യം തന്നെ. വീട് വെക്കണേന് മുമ്പ് ഈ വീട് വെച്ച ആളുമായിട്ട് കോണ്ടാക്ട്, വീട് വെച്ച് കൊടുത്ത ആളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ കോണ്ടാക്ട് ഇല്ല. വീട് വെക്കണേന് മുമ്പ് നിരന്തരം ആളിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ കോണ്ടാക്ട് ഇല്ല. അതാണ് ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ്. കാലും വെച്ച് എന്തോരം അഹങ്കാരത്തിൽ ഇരിക്കണം എന്നറിയാം. ഉണ്ടായിരുന്നു. അത് വല്ലപ്പോഴും വീടിന്റെ കാര്യമൊക്കെ സംസാരിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആള് ഫിറോസ്കു തന്നെ പറയുന്നു നിന്ന് രേണുസുതി അയച്ച വോയിസ് ഉണ്ടെന്നുള്ള. കോൺടാക്ട് ആളെ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാൻ? മുമ്പേ അന്നയച്ച വോയിസ് എന്റെ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പം ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ കോൺടാക്ട് ഇല്ല. ഞാൻ വലിയ ആളായിപ്പോയി. ഞാൻ റീൽസിൽ അഭിനയിക്കുന്നുണ്ട്, ഷോർട്ട് ഫിലിം അഭിനയിക്കുന്നുണ്ട്, പിന്നെ നാടകത്തിൽ നിന്നാണ് കയറിയത്. നാടകത്തിൽ അഭിനയിച്ചാണ് ഞാൻ ഇത്രയും കയറിയത്. പിന്നെ അതുപോലെ ഇപ്പൊ ഫിലിമിലും ഉണ്ട്. ഇനി എനിക്ക് ആരെ അറിഞ്ഞൂടാ. എനിക്ക് പുല്ലാണ് വീടെന്നൊക്കെ പറഞ്ഞ. വീട് വെച്ച് തന്ന ആളെന്ന് പറഞ്ഞാലും എനിക്ക് പുല്ലാണ്. കോണ്ടാക്ട് ഇല്ല, നമ്പർ ഇല്ല എൻ്റെ കയ്യിൽ. അതുകൊണ്ടാണ് ആ വീട് വെച്ച് കഴിഞ്ഞിട്ട് തൊട്ടുള്ള കാര്യമാണ് പറയുന്നത്. ശരിക്കും ഈ വീട് വെച്ചെന്ന സമയത്ത് ഇത്ര വർഷത്തേക്ക് ഞങ്ങൾ അതിന്റെ മെയിൻ്റെനൻസും കൂടി നോക്കാം, അങ്ങനെ എന്തെങ്കിലും അഗ്രിമെന്റ് ഉണ്ടായിരുന്നോ ശരിക്കും? അപ്പോൾ
എനിക്ക് അതിനെപ്പറ്റി സത്യമായിട്ട് റോഹാനെ എനിക്ക് അതിനെപ്പറ്റി അറിയൂല. ഓക്കെ. അല്ല ശരിക്കും നമുക്കൊരു വീട് കിട്ടി, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് രേണു, അതായത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീടാണ്. ആലോചിക്കുന്ന ആ വീടൊന്ന് മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ആലോചനയാണ്. ആ വീട് പൂട്ടിയിട്ട് വേറൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാനാണ് ആഗ്രഹം. ആർക്കാണോ ആ വീട് ആ ആളിൻ്റെ പേരിൽ കൊടുക്കണം. നീ പോ, ആ ആളിൻ്റെ പേരിൽ കൊടുക്കണം. കിച്ചുവിനും ഋതപ്പനും ഉള്ള വീടാണ്. അപ്പം അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ, പിന്നെ കുട്ടിയെ നോക്കാൻ ആരുമില്ല. ഇതിപ്പോൾ ഈ വീട് വെച്ച് കൊടുത്ത അവരെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ഈ വീട്ടിൽ കിച്ചുവും ഋതപ്പനും രേണു സുധീര അമ്മയും ഇവർ ഇത്ര പേരായിരുന്നു ആ വീട്ടിൽ അവരെ സങ്കല്പം. പിന്നെ അവരെ ആളെയൊക്കെ വന്നു പോവാം എന്നൊക്കെ ഉള്ള ഒരു സങ്കല്പത്തിലായിരിക്കും. പക്ഷെ ഇത്ര പേരെ ഇതായിരുന്നു മനസ്സിലാഗ്രഹം. അപ്പം ഇനി വാടകയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ രേണുവിന് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. കേട്ട് മടുത്തു. കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പം ആ കുഞ്ഞിനെ തന്നെ അവിടെ നിർത്താൻ പറ്റുമോ? ഇല്ല. ഈ കുറ്റം പറയുന്നവരെല്ലാം വന്നാൽ കുഞ്ഞിനെ ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കുന്നെങ്കിൽ നോക്കട്ടെ. അല്ല, ആ ഉത്തരവാദിത്തപ്പെട്ടവർ വന്നിന്ന് നോക്കുന്നെങ്കിൽ നോക്കട്ടെ. കുഞ്ഞിനെ നോക്കാൻ ആളില്ലെന്നാണ് ഇപ്പൊ പറയണത്. കുഞ്ഞിനെ നോക്കാൻ ആളില്ല. എന്റെ കുഞ്ഞിനെ വിട്ടു തരത്തില്ല. കിച്ചുവും ഋതുലും എനിക്ക് ഒരുപോലാണ്. കിച്ചു വലിയ കുട്ടിയാണ്, മറ്റേ കുട്ടിക്ക് 5 വയസ്സേ ഉള്ളൂ. ആ കുട്ടിയെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല. അപ്പൊ ഈ കുറ്റം പറയുന്നതല്ല ഞങ്ങൾ അവിടെ വീട്ടിൽ കിടക്കുന്നു എന്നാണ് കുറ്റം പറയുന്നത് മുഴുവനും. അപ്പൊ ഒരു കാര്യം ഞാൻ ഓർത്ത് നമുക്കെന്നാ വീട് പൂട്ടി. രേണു കിടക്കുന്നെന്ന് ആരും പറഞ്ഞില്ല. രേണു കിടക്കാൻ ഇപ്പൊ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ രേണുവിനും കൂടെ കിടക്കാനുള്ള അവകാശമുണ്ട്. രേണു കിടക്കണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ആർക്കാണോ താക്കോൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് വേറെ വാടകയ്ക്ക് പോകാം. നല്ല ഇപ്പൊ എന്നാ ചെയ്യാൻ? അല്ല, ഇതിപ്പോ കുട്ടിക്ക് വേണ്ടി കൊടുത്ത വീടാണ് പറയുന്നതിൽ എന്തെങ്കിലും അതിൽ ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമുണ്ട്. കാരണം സന്തോഷമേ ഉള്ളൂ. അല്ലെ, ഇപ്പൊ ഇത്ര ചെറിയ പ്രായമുള്ള കുട്ടിയാണ്. സ്വാഭാവികമായിട്ട് അവൻ വളരണം, അവൻ പ്രായപൂർത്തിയാവണം. ഒരു 10-13 വർഷം ഇനിയും എടുക്കും അല്ലെ. അപ്പൊ ഈ അത്രയും വർഷക്കാലം അവൻ അനാഥനാവരുത്, അല്ലെങ്കിൽ അവൻ്റെതായിട്ടുള്ള നിൽക്കാൻ ഒരു സ്പേസ് ഇല്ലാതെ ആവരുന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയായിരിക്കും അവർ വീട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. KHDC ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്ഥലം തന്നുള്ള ബിഷപ്പാണെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അതായിരിക്കാം. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിക്ക് കൊടുത്ത വീട് എന്ന് പറയുന്നതിൽ നമുക്കതിൽ വിഷമം കാണിക്കില്ല. കുട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ കുട്ടിക്ക് കൊടുക്കുന്ന വീട് എന്ന് പറയുമ്പോൾ വീട് പൂട്ടി? രേഷ്മ എപ്പോഴും പറയണ കുട്ടിയേക്ക് കൊടുത്ത കുട്ടി അവളതല്ലേ, ഈ രേഷ്മയ്ക്കുള്ളതല്ലേ. ഇപ്പൊ ഋതപ്പനായിരുന്നാലും ഋതപ്പന്റെയും കൂടെ പേരിലാണ്. അപ്പൊ രേണുവിൻ്റെതല്ലേ കുട്ടി. മറ്റതിന് അമ്മയില്ല എങ്കിലും ആ മോനെ അമ്മയില്ല അച്ഛനും ഇല്ല. അവർക്ക് 2 പേർക്കും കൂടെ അല്ലേ കൊടുത്തത്. അപ്പോഴും കുട്ടിക്ക് കൊടുത്തു. പിന്നെ നിന്റെ പേരിലാണ് എഴുതി തന്നിരുന്നെങ്കിൽ ഇതും അല്ലായിരുന്നു. എന്നെ എല്ലാ എണ്ണത്തിന് ഓട്ടിച്ചനെ. ഞാൻ വേറെ വാടകയ്ക്ക് അറിയോ? അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കമൻസുകളും റിയാക്ഷൻസ് വീഡിയോസും മുഴുവൻ പറയുന്നത് ഞാൻ അവിടെ താമസിക്കുന്നു. കാരണം വേറൊന്നുമല്ല, ഇതിനുള്ള അടിസ്ഥാനം കിച്ചു പഠിക്കാനാണ് പോയത്. അതിന് നീ അവിടെ താമസിക്കുന്നല്ലേ, റിയാക്ഷൻ വീഡിയോ ചെയ്യണവരും പിന്നെ കമന്റ് ഇടണവരും ഒന്നും നിർത്തിപ്പൊരിക്കണ്. അവളവിടെ രേഷ്മ അവിടെ താമസിക്കണമെന്ന്. ഇതിപ്പോ അവളവിടെ താമസിക്കുന്നതുകൊണ്ട് ഇവിടെ ആരും ഒന്നും പറയുന്നില്ല. വായിക്കൊഴുപ്പാണ് ഇതിനെല്ലാത്തിനും കാരണം. വീട് വെച്ച് നല്ലതുപോലെ കൊടുത്ത ഒരു മനുഷ്യനെ എന്തെല്ലാം പറഞ്ഞു. ഇപ്പം ആ ആളിന് സ്വന്തമായിട്ട് ഇപ്പം വേറൊരാളിന് വീട് വെച്ച് കൊടുക്കാനോ അവരെ ബിസിനസ് തന്നെ തകർന്നു പോകത്തക്ക രീതിക്കാണ് ഈ പറഞ്ഞുണ്ടാക്കിയത്. ആളുകൾ എന്തെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരാളിന് വീട് വെച്ച് കൊടുക്കാം, നിങ്ങളെ വീട് അമ്മക്ക് വേണ്ട, അത് മൊത്തം ചോന്നൊലിക്കുകയാണ്, നിങ്ങൾ വെച്ച് കൊടുത്ത വീടൊക്കെ ഇതുപോലെ ചോന്നൊലിക്കുകയാണ്. ഇവള് പറഞ്ഞല്ലേ പരസ്യമാക്കിയത്. ഇല്ലാത്ത കാര്യമല്ലേ ആ മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞ. അതുകൊണ്ടാണ് ആളുകൾ പ്രതികരിക്കണം. കിച്ചു നിക്കാത്തതിന്റെ പേരിലാണ് ഇങ്ങനെ കിടന്ന് പറയുന്നത്. കിച്ചു നിക്കാത്തതിന്റെ കാരണം അവൻ അവിടെ കൊല്ലത്ത് നിന്ന് പഠിക്കുന്നു. ഇതിന് മാത്രം കേൾക്കാൻ. കിച്ചു നിക്കാത്ത വേറൊന്നും അല്ല, നിന്റെ ഇതുകൊണ്ട് തന്നെ കിച്ചു നിക്കാത്തത്. കിച്ചുവിന് വിഷമമുണ്ട്. കിച്ചു നിൽക്കേണ്ട വീടാണിത്. കിച്ചുവിന് അധികാരമുള്ള വീടാണിത്. കിച്ചു അല്ലെങ്കിൽ സന്തോഷത്തിൽ ആ കുട്ടി അവിടെ നിർത്തി. അവന് അതിൻ്റെതായ വിഷമമുണ്ട് ആ വീട്ടിനകത്ത് നിന്ന. അതുകൊണ്ടാണ് ആ കുട്ടി നിൽക്കാത്തത്. അല്ലാതെ കിച്ചു പഠിക്കാനാണ് പോണേന്ന് വേറെ ആരെയും ബോധ്യപ്പെടുത്തണ്ട. പഠിക്കാൻ ഇവിടെ വേണമെങ്കിലും പഠിക്കാം, അവിടെ തന്നെ നിന്ന് പഠിക്കണമെന്നില്ല. കിച്ചുവിൻ്റെ അച്ചാമ്മയും കൊണ്ടുവന്നിട്ട് നിൽക്കണം. ഇപ്പം സുധി ആയിരുന്നു ജീവിച്ചിരുന്നിരുന്നെങ്കിൽ സുധി അങ്ങനെ വിചാരിക്കൂല. ആ അമ്മയെ കൂടെ സംരക്ഷിക്കാനുള്ള ഒരു രീതിക്കല്ലേ നിൽക്കണത്. ഇപ്പം ആ കുട്ടി തന്നെ പോയി കിടക്കണ എവിടെയാണ്? അച്ഛൻ്റെ ചേട്ടനും ചേട്ടത്തി അമ്മയും പാവം അവിടെ ഒരുപാട് അംഗങ്ങളുണ്ട്. ആ വീട്ടിലല്ലേ പോയി കിടക്കണം. അവനെന്ത് വിഷമം കാണും? അവന് സ്വന്തമായിട്ടൊരു വീടുണ്ടായിട്ട് ആ വീട്ടിൽ കയറി കിടക്കാൻ പറ്റണില്ല എന്നുള്ള ഒരു വിഷമം ആ കുട്ടിക്കില്ലേ?
ഇതവിടെ ചെയ്യുന്നത് ഞങ്ങള്. എൻ്റെ വീട്ടുകാരെ പറയുന്നു, എന്നെ പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവർക്ക് സന്തോഷമാകാതെ ഞങ്ങൾ അവിടെ നിൽക്കുന്നതിനാണ് ഈ ഒരു എന്താ പറയുക, നെഗറ്റീവ് പറയുന്നവർക്കും അതുപോലെ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവർക്കും ഒക്കെ പ്രശ്നം അതാണ്. ഞങ്ങൾ അവിടെ നിൽക്കുന്നതിനാണ് പ്രശ്നം, ഞങ്ങളുടെ വീടല്ലല്ലോ. ശരിക്കും ആളുകളും സോഷ്യൽ മീഡിയയും പറയുന്നതനുസരിച്ച് തീരുമാനം എടുക്കുന്ന ഒരാളാണോ രേണുസുതി? അങ്ങനെയല്ല. പക്ഷെ എങ്കിൽ പോലും ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഷൂട്ടിന് പോവാ, ആ കുട്ടിക്ക് തന്നെ അവിടെ നിൽക്കുക. പപ്പ അമ്മയാണ് അതിനെ നോക്കുന്നത്. അവരെ ഇറക്കി വിടാൻ പറ്റുമോ? അവർ അഭയാർത്ഥികളായിട്ട് വന്ന് നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ആൾക്കാർ. ഈ പറഞ്ഞ ആള് തന്നെ അങ്ങനെയാണ്. അവർ പപ്പയും അമ്മയും അഭയാർത്ഥികളായിട്ട് അവിടെ വന്ന് നിൽക്കുന്നു. പപ്പയും അമ്മയും ചേട്ടത്തിയും മക്കളും ചേട്ടനും എല്ലാരും ഉണ്ട്. അതുപോലെ ഇല്ലേ സുധീര വീട്ടിലും ഇല്ലേ? അവിടെ ഉണ്ടല്ലോ, ആ അമ്മയുണ്ട്, ആരെല്ലാം അവിടെ ഉണ്ട്. ആ കിച്ചുവിന് സന്തോഷമായിട്ട് അതിന് കൂടുതൽ സ്നേഹവും സന്തോഷവും കൊടുക്കണത് പിന്നെ ഈ സുധീര വീട്ടുകാർ തന്നെയാണ്. ഇതിന് ഇപ്പുറത്തെ വശത്തുനിന്ന് ഇതിന് ഒരു പൊടി സ്നേഹവും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങോട്ട് പോണത്. അഭയാർത്ഥികളായിട്ട് വന്ന് നിൽക്കുന്നു. ഞങ്ങളെ ഉദ്ദേശമല്ല വീട് തന്നത്, സൂചേട്ടൻ്റെ വീട്ടുകാരെ ഉദ്ദേശമാണ് വീട്. ഇപ്പോഴാണ് ഇതൊക്കെ ഉദ്ദേശമാണ് സൂചേട്ടൻ്റെ മക്കൾക്ക് ഇവര് വീട് കൊടുത്തത്. അതുള്ളത് തന്നെ സുധീര വീട്ടിലുള്ളവരെ വിചാരിച്ച് തന്നെയാണ് വീട് കൊടുത്തത്. നിങ്ങൾ സന്തോഷമായിട്ട് രേണുവും അവരെല്ലാരും സന്തോഷമായിട്ട് കഴിയാൻ വേണ്ടി തന്നെയാണ് വീട് കൊടുത്തത്. സൂചേട്ടൻ്റെ മക്കൾക്ക്, ആ മരിച്ചുപോയ ആളുടെ മക്കൾക്കല്ലേ വീട് കൊടുത്തത്, ഇന്നോരെ ഉദ്ദേശമൊന്നുമല്ല കൊടുത്തത്. ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ നിൽക്കുന്നത്, അല്ലെ എൻ്റെ അപ്പനും അമ്മയും അവിടെ നിൽക്കുന്നത്. 5 വയസ്സുള്ള കൊച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? എനിക്ക് എന്തായാലും അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? നമുക്ക് ആരാ ഉള്ളത്? അപ്പനും അമ്മയോട് പ്രായമായെങ്കിൽ അവർക്ക് 10, 62, 63 വയസ്സുണ്ട്. അവര് നോക്കുന്നില്ല ഇപ്പോഴും. അപ്പൊ പിന്നെ അവരവിടെ നിൽക്കുന്നതിന് എന്തിനാണ് ഈ കുറ്റം പറയുന്ന ആൾക്കാർ? അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ സോഷ്യൽ മീഡിയ പറയുന്ന പോലെ ചെയ്യുന്ന ആളല്ല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ശരിക്കും ഇപ്പം നമുക്ക് തന്നൊരു വീട് അല്ലെ, അതിപ്പോ ദാനായിട്ട് അവരെ ഒരു തന്നിട്ടുള്ള വലിയൊരു നന്മയാണെങ്കിൽ പോലും വീട് നമ്മുടെ തന്നെയാണ് അല്ലെ. അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചു നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നൊന്നുമില്ല. ഇല്ലല്ലോ, ഇല്ല. നമ്മുടെ പിള്ളേരുടെ ആണ്. അപ്പൊ പിള്ളേരുടെ ആണെങ്കിൽ നമ്മുടെ മക്കളിലേക്ക് വേണ്ടി അളവ് തരുമ്പോ അതെങ്ങനെയാണ് വേർതിരിവ് വരുമോ? നമ്മുടെ തന്നെയല്ലേ. ശരിക്കും അങ്ങനെ നമുക്ക് കിട്ടിയ വീട് എന്നുണ്ടെങ്കിൽ നമ്മുടേതാണെങ്കിൽ അതിന്റെ മെയിൻ്റെനൻസ് ആണെങ്കിലും അതിന് വേണ്ട എന്ത് വേണമെങ്കിലും ചിലവാണെങ്കിലും ചെയ്യേണ്ടത് നമ്മളായിരിക്കില്ല. അല്ലെങ്കിൽ ആ തരുന്നവരോ ആരാണ് ഓഫർ ചെയ്തത് അല്ലെങ്കിൽ ആരാണ് വീട് പണിതെന്ന് അവരോട് ആവശ്യപ്പെടുന്നത് ശരിക്കും തെറ്റായ കാര്യമല്ലേ? ആവശ്യപ്പെട്ടതല്ല. ഇതിപ്പം പറയുന്ന എനിക്ക് തോന്നുന്നു ആ സാധനം ഞാൻ കണ്ടില്ല ഫുൾ, പക്ഷെ ഞാൻ അറിഞ്ഞു. ഇതിപ്പം ഒരു വർക്ക് ഏരിയയുടെ കാര്യം ആവശ്യപ്പെട്ടതല്ല. നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യാന്നാണ് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത്. പപ്പ പറഞ്ഞ അല്ല, ഇത് ഈ പണം മൊത്തം അവരെ പോക്കറ്റിൽ നിന്ന് ഇട്ടാണ് ഈ പണി ഫുള്ള് ചെയ്തിരിക്കണത് തികയാതെ വന്നപ്പോൾ. എന്നിട്ട് പോലും ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല. അങ്ങനെ വർക്ക് ഏരിയയുടെ കാര്യം പറഞ്ഞ കാര്യമാണ് ഇപ്പം പറയുന്നത്. വർക്ക് ഏരിയയുടെ കാര്യം പറയാൻ പിന്നെ ഒന്നുകിൽ കിച്ചു അവർ പറഞ്ഞത് അങ്ങനെയാണ്. അതിൽ ഞാൻ ഇൻ്റർവ്യൂ കണ്ടായിരുന്നു. ഒന്നുകിൽ കിച്ചു പറഞ്ഞാൽ അത് ശരിയായി കൊടുക്കും. ഇത് രേഷ്മയുടെ അച്ഛൻ പറഞ്ഞ എന്തോന്നാണ്, രേഷ്മ തങ്കച്ചൻ എന്നാണ് അച്ഛൻ്റെ പേര്. രേഷ്മ തങ്കച്ചൻ്റെ അച്ഛൻ, അന്തരമില്ല ആവട്ടെ, ആ ആളാണ് വിളിച്ച് പറയണത്. പപ്പയാണ് എല്ലാം വിളിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണത്. ഇതുപോലെ വർക്ക് ഏരിയയുടെ കാര്യം വേണം, വർക്ക് ഏരിയ വേണമെന്നും ഭീഷണി സ്വരത്തിലാണ് പറഞ്ഞിരുന്നത്. ഉണ്ടാക്കി തന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തേലും യൂട്യൂബ് വഴിയൊക്കെ പ്രചരിപ്പിക്കുമെന്നും നാണം കെടുത്തുവെന്നും. പിന്നാടി അവര് ചെയ്യണോന്ന് ഇന്ന് വരെ പറഞ്ഞു. അങ്ങനെ ഒരു ആൾക്കാരെ അല്ല ഞങ്ങളാരും. പക്ഷെ അമരക്കാരനായിട്ടുള്ള ആള് പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞാല് ഇത് ആവശ്യപ്പെട്ടിരുന്നു. നമ്മൾ ചെയ്യണോന്ന് വോയിസ് ക്ലിപ്പ് വരെ എന്റെ കയ്യിലുണ്ട് തെളിവായിട്ട്. അതായത് വർക്ക് ഏരിയ വേണം, അതില്ലാത്ത പക്ഷം ചെയ്തില്ല എന്നുള്ള രീതിയിലേക്ക് നവമാധ്യമങ്ങളിലൂടെ അത് പുറത്തുവിടും. നിങ്ങളത് ഭയങ്കരമായിട്ട് അതിനെ ബാധിക്കുമെന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശരിക്കും റിക്വസ്റ്റ് ചെയ്യാതെ ആ സാധനം അങ്ങനെ പറഞ്ഞു. ഇവള് പറഞ്ഞിട്ടില്ലെന്നാണ് പറയണത്. അതൊക്കെ വെറുതെ പറഞ്ഞ കാര്യം ഒന്നും ഏക്കണില്ല. അങ്ങനെ വർക്ക് ഏരിയയുടെ കാര്യേ പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞ കാര്യം. ഏറ്റിട്ടുണ്ട്, നേരെ തിരിച്ച് കള്ളത്തരം അല്ലേ പറഞ്ഞിട്ടുള്ളൂ. അടുത്തത് ഫാൻ ഇതള് വന്ന് തെറിച്ച് വീണു. അതെന്ത് ഈ രേണു തങ്കച്ചൻ്റെ വീട്ടിൽ മാത്രമേ ഓരോന്നിങ്ങനെ വീഴുള്ളൂ. അത് വന്ന് വീണ് പപ്പാര ഇവിടെ മുറിഞ്ഞിരിക്കണം. രേണു തങ്കച്ചൻ്റെ വീട്ടിൽ മാത്രം എന്ന് പറഞ്ഞാൽ ഇത് ഇവർ പറയണത് ഫുള്ള് ആ വീടും കൊള്ളൂല, അതിൽ വീട്ടിലെ ഉപകരണങ്ങളും കൊള്ളൂല എന്നാണ് അടുത്ത മെഴുകല്. ഫാൻ വീണ കാര്യം എനിക്കറിയാം. ഇവിടെ ഇങ്ങനെ പപ്പട മുറിഞ്ഞായിരുന്നു. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ പപ്പ പിന്നീട് പറയും. അതുപോലെ തന്നെ വാഷ് ബേസിൻ വീണപ്പോ ഞാനുണ്ടായിരുന്നു. വാഷ് ബേസിൻ എല്ലാം വീണ് ഇവര് വീട് വെച്ച് കൊടുത്തിട്ട് പോയതിന്റെ പിറക്കേന്ന് ഫാനും വന്ന് പപ്പാര മണ്ടയിൽ കൂടെ വീണ്, വാഷ് ബേസും വന്ന് എല്ലാം പപ്പാര മണ്ടയിലാണ് എന്തോ അറിയാം, അതിന്റെ അടിയിൽ പോയി കിടന്നായിരിക്കും. അങ്ങനെ അതും വന്നു ഒന്നോടെ വീണ്. കുഞ്ഞുങ്ങൾ കളിക്കുമായിരുന്നു, പടക്കോന്നിന് താഴെ വീണ്.
അപ്പൊ ഞാൻ ഓടിച്ചെന്ന് വാഷ് ബേസിൻ ഇങ്ങനെ കമന്ന് കിടക്കാം. പിള്ളേർ എന്തായാലും അതിന്റെ അടിപ്പെട്ടില്ല. വലിയ അയ്യോ പിള്ളേർ കളിക്കുകയായിരുന്നു. പിള്ളേരെന്ന് പറയുമ്പോൾ ആ ചേട്ടത്തി മക്കളും ഒക്കെ അവിടെയാണ്, അവരെല്ലാവരും. അല്ലാതെ പിള്ളേർ അവളെ പിള്ളേരല്ല, അവളെ കിച്ചു അങ്ങാണല്ലോ. പിന്നെ ഒരു കൊച്ചല്ലേ ഉള്ളൂ, അതിനെ കാണാൻ പോലും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ പിള്ളേരെ മണ്ടയിൽ വീഴാതെ പിള്ളേർ മണ്ടയിൽ വീഴാനുള്ളതായിരുന്നു വാഷ് ബേസിൻ്റെ അടിയിൽ. വാഷ് ബേസ് ഒന്നോടെ വന്ന് വീണെന്നാണ് പറയണത്. അയ്യോ നമ്മളെയൊക്കെ വീടുകളിൽ വർഷങ്ങൾ കൊണ്ട് വെച്ചതുപോലും ഒന്നോടെ വീണിട്ടില്ല. പിന്നെയാണ് ഈ ഒരു വർഷം കണ്ടായ വീട്ടില്ല വീണെന്ന് പറയണത്. അയ്യോ നോണ, ഇങ്ങനെയും നോണ പ്രചാരണങ്ങളുണ്ടല്ലോ. വാഷ് ബേസിന് തീർന്നേനെ പിള്ളേർ അതിന്റെ അടിപ്പെട്ടിരുന്നെങ്കിൽ. പിന്നെ അത് ആരെയോ ചെയ്ത് പണിക്കാരെ കൊണ്ട് വെപ്പിച്ചു. ഇപ്പൊ KTC എന്ന് പറയുന്നത് അവർ തന്നെ ഒരു ബിൽഡേഴ്സ് ആണ് ആക്ച്വലി, അല്ലെ? അപ്പൊ അവർ ബിൽഡേഴ്സ് ഗ്രൂപ്പാണ് ഫിറോസ്കയുടെ. അതൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ കുറെ അധികം പേര് സഹായിക്കുന്നുണ്ട്. ഏകദേശം ഒരു 5ഓളം വീടുകൾ ചെയ്തിട്ടുണ്ട്. 5ാമത്തെ വീടാണ് രേണുസുധീര എനിക്കറിയാൻ പറ്റിയത് തന്നിട്ടുള്ള വീട് എന്നുള്ളത്. ഇപ്പോൾ ഫിറോസ് ഖാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കമ്പാരിറ്റീവ്ലി ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു 7 to 10 lakhs ആണ് ഞാൻ അതിന്റെ ഒരു ടോട്ടൽ കോസ്റ്റ് വന്നിരുന്നെങ്കിൽ അവർ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ പ്രൊജക്റ്റ് ആയിരുന്നു സുധീര മുന്നോട്ട് കാണുമ്പോൾ ആ വീടിന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇപ്പോഴേ കിടന്ന് ഇപ്പോഴും ഞാൻ കള്ളിയാവും. ഇനി ഇത് ഇറങ്ങി കഴിയുമ്പോൾ രേണുസുധി കള്ളിയാവും. അയ്യോ ഇനി മുന്നോട്ട് കാണാൻ ആ വീടിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണല്ലേ. രേണുസുധിയുടെ കള്ളങ്ങൾ നമുക്ക് അവരിപ്പോ വീട് വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ഹോം ടൂറിലാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മുടെ ആണെങ്കിൽ ഹോം ടൂറിലൊക്കെ നമ്മൾ വീടുകൾ കുറെ പേര് ആ സമയത്ത് 1 മാസമല്ലേ ആയുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് ശരിക്കും അങ്ങനെ വീട് തന്നു കഴിഞ്ഞിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് താമസിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയല്ലേ? അത് ഇല്ല, മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ അത് ശരിയാണ്. മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ താമസിക്കുന്ന അവരെ ഉത്തരവാദിത്വമാണ്. അതേ ഫിറോസ് പറയുന്നുണ്ട്. പിന്നെ കിച്ചു പറയട്ടെ, കിച്ചുവിന് എന്തെങ്കിലും ഇതായിട്ട് വീടിൻ്റെ പണി ചെയ്യണം, കിച്ചു അവിടെ താമസിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. അതാണ് അതിൻ്റെ കറക്റ്റ്. രേഷ്മ തങ്കച്ചൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. വാടകയ്ക്ക് പോകണം എന്നുള്ള ഒരിത് പറയുന്നുണ്ട്. വാടകയ്ക്ക് പോകണമെങ്കിൽ നല്ല കാര്യം. അത് രേഷ്മയെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, മക്കളെയും കൊണ്ട് താമസിക്കണം. പക്ഷെ സുധീര അച്ഛൻ ഇതിലൊരു സുധീര അമ്മയെ അവരൊക്കെ വന്ന് താമസിക്കുന്നതിന് ഇഷ്ടം. ഇതിൽ ഒരുപാട് കമൻറ്റുകളുണ്ട്. ആ വീട് കിച്ചുവിന് കൊടുത്തിട്ട് എവിടെയെങ്കിലും പോകൂ, നിവർത്തി കൊണ്ടാണ് ഈ ജനങ്ങൾ പറയണത്. വെള്ളം വീഴാറുണ്ടെന്നല്ല പറഞ്ഞത്, ചോർച്ച ഉണ്ടെന്നാണ് പറഞ്ഞത്. കറക്റ്റാണ്. നന്ദിയില്ലാത്ത വർഗം. സ്ഥലം കൊടുത്ത അച്ഛൻ സ്ഥലം തിരിച്ച് എഴുതി വാങ്ങൂ. ആ വീട് അർഹതപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കൂ. ശരിയാണ്, കിച്ചുവിന് അവിടെ ഒരു സ്ഥാനവും ഇല്ല. ബാക്കിയുള്ളവർ കിടന്ന് അതിനകത്ത് കിടന്ന് മെഴുകുന്നുണ്ട്. ആ വീട് മൊത്തത്തിൽ നശിച്ചു പോയി വീട്. ഇപ്പം പറയുന്നു ഓരോന്ന് ഫാൻ കംപ്ലൈൻറ്റ്, പിന്നെ ഇത് വാഷ് ബേസ് വന്ന് വീണ്, വീട്ടിനകം ഫുള്ള് ചോർച്ച, റൂമുകൾ ചോർച്ച. ഇതെല്ലാം പറയണത് ഈ രേണുവാണ് വന്നിരുന്ന് പറയണത്. ഇതിപ്പോൾ ചെയ്യേണ്ടത് വേണ്ടപ്പെട്ടവർ കിച്ചുവിനെ വിളിച്ച് സംസാരിക്കുക. കിച്ചുവിനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം കിച്ചുവിൻ്റെ കയ്യിൽ ചാവി എത്തിക്കുക. 2 കുട്ടികളുടെയും കയ്യിൽ ചാവി എത്തിച്ചതിന് ശേഷം മറ്റൊരു എവിടെ അവരവരെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ അവർ വാടകയ്ക്ക് പോവാതിരിക്കുക. എന്നാൽ ഈ മെഴുകൽ കാണുമ്പോൾ നമുക്ക് ഒരു വല്ലാത്ത വിഷമമാണ്. കിച്ചു അവിടെ ഇല്ല, ഒരു വല്ലാത്തൊരു സങ്കടം തന്നെ അത് നമുക്ക് കാണുമ്പോൾ. ഇനിയിപ്പോൾ അടുത്ത ഇൻ്റർവ്യൂ ഇതിൻ്റെ ബാക്കിയായിരിക്കും, ഉടനെ വരുന്നതാണ്. അതിലും ഭയങ്കരമായ മെഴുകൽ കാണും. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ രേഷ്മ തങ്കച്ചൻ്റെ കാര്യങ്ങൾ.